نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ വിജ്ഞാനം വിതറുന്ന ഈ സ്ഥാപനത്തിലെ കുടുംബ സംഗമ സദസ്സിൽ നമ്മെ പങ്കെടുപ്പിച്ചതിൻ്റെ അനന്തരഫലമായി നല്ല കുടുംബ ജീവിതങ്ങൾ നയിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുന്നോറുകൾ, പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ഗുരുവര്യർ ഏതുദ്ദേശത്തിലാണ് നമ്മളിവിടെ സംഗമിച്ചത്, ആരുടെ പേരിലാണോ മഹാനായ ഹംസ ഉസ്താദ് അവറുകളുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുകയും അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, കുടുംബ സംഗമ സദസ്സിലെ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യുക എന്നൊരു കർത്തവ്യമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ ഉത്തരവാദിത്വമല്ല എനിക്കുള്ളത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്, ആഗ്രഹിച്ചിരിക്കുന്നതും സിറാജുദ്ദീൻ ബാക്കവി അൽ ഹാദി ബാക്കവി ഉസ്താദ് അവറുകളുടെ ഫാമിലി കൗൺസിലിംഗ് ക്ലാസ് കേൾക്കാൻ വേണ്ടി നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ മുറിഞ്ഞുപോയ അറ്റങ്ങളെ കൂട്ടിമുട്ടിക്കിണ്ടുന്ന മാർഗങ്ങൾ മുറിയാതിരിക്കാൻ, അറ്റുപോകാതിരിക്കാൻ എന്തെല്ലാം വഴികൾ നമ്മൾ സ്വീകരിക്കണം എന്നൊക്കെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ സംഗമിച്ചിരിക്കുന്നത്. അല്ലാഹു തആല ക്ലാസ് കേൾക്കാനും നല്ല നിലയിൽ അത് ശ്രവിക്കുവാനും ഉൾക്കൊള്ളാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സ്ഥാപനം തുടങ്ങി 98-ൽ തുടക്കം കുറിക്കപ്പെട്ട സ്ഥാപനത്തിൻ്റെ കടിഞ്ഞാൻ പിടിച്ച് കേരളമല്ല, കേരളത്തിനപ്പുറവും പ്രശസ്തി നേടിത്തന്ന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാനായ ഉസ്താദ് അവറുകളെ ആണ്ടാണ്. ആണ്ടുമായി ബന്ധപ്പെട്ട് ഉസ്താദിന് ഖത്തമോദി, ഉസ്താദിന്റെ പേരിൽ ഉജീനം നൽകി, പരസ്പരം കണ്ട് പരിചയപ്പെട്ട് ഒരു കുടുംബ സംഗമം സംഘടിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഉപദേശം നൽകി പഴയ ബന്ധങ്ങളെ ഒന്ന് കൂട്ടി ചേർത്ത് സന്തോഷത്തോടുകൂടി പിരിയണമെന്ന ഉദ്ദേശത്തിൻ്റെ ആ ലക്ഷ്യത്തിൻ്റെ പിന്നിലാണ് നമ്മളിവിടെ ഒരുമിച്ചിരിക്കുന്നത്. അല്ലാഹു തആല ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു തന്ന് നല്ല ഒരു കുടുംബ സദസ്സാക്കി, സംഗമമാക്കി, കൂട്ടായ്മയാക്കി, കൂടിച്ചേരലാക്കി അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. കുടുംബ സദസ്സിന്റെ ഉദ്ഘാടനം പറയുമ്പോൾ കുടുംബത്തെ കുറിച്ചാണ് അല്പം ഒന്ന് സംസാരിക്കാനുള്ളത്. ഒരു കഥയുണ്ട്. 1964 മാധവിക്കുട്ടി എഴുതിയ ഒരു കഥ. ആ കഥയുടെ പേര് നെയ്പായസം എന്നാണ്. അതായത് ഒരു വീട്ടിലെ അമ്മ, ആ അമ്മയുടെ ചിന്ത എപ്പോഴും തൻ്റെ ഭർത്താവിനെ കുറിച്ചും മക്കളെ കുറിച്ചുമാണ് എപ്പോഴും ചിന്ത. അവര് തൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി പെടാപാടുപെടുകയാണ്. നമുക്കറിയാലോ ഒരു വീട്ടിലെ അമ്മയുടെ അവസ്ഥ. ആ പെടാപാടുപെടുന്നതിൻ്റെ ഇടയിൽ ക്ഷീണതയായി നടന്ന തൻ്റെ റൂമിലൂടെ നടക്കുമ്പോൾ ഒരു സ്റ്റൂളിൻ്റെ അടുക്കൽ ഇരിക്കാൻ ചെന്നതാണ്. പക്ഷേ ആ സ്റ്റൂളിൽ ഇരിക്കാൻ കഴിയാതെ തളർന്ന് വീഴുന്നു. അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ തളർന്നു കിടക്കുന്ന അമ്മ, ആ ഭാര്യയെ എടുത്ത് ചുമലിലിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, മരിച്ചിട്ട് കുറച്ചു നേരമായെന്ന് പറഞ്ഞു. ഒത്തിരി നേരമായി മരണപ്പെട്ടു പോയിട്ട് എന്ന്.
ആ ഭാര്യ ശവസംസ്കാര ചടങ്ങുകൾ നിർവഹിച്ച് തൻ്റെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ഭാര്യ വീട് തന്നെ ഉറങ്ങുമല്ലോ. ജീവനില്ലാത്ത കെട്ടിടം, ആ കെട്ടിടത്തിലേക്ക് തൻ്റെ ഭാര്യ അടക്കിയിട്ട് ശവസംസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വിശന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേറെ ആരുമില്ല. തനിക്കും വിശക്കുന്നുണ്ട്. ആ അച്ഛൻ അടുക്കളയിലേക്ക് കയറി കഞ്ഞി വയ്ക്കാൻ വേറൊന്നും അറിയത്തില്ല. പാത്രമെടുത്ത് അടുപ്പിലേക്ക് വെക്കാൻ ഒരുങ്ങുമ്പോൾ കുറച്ചു പാത്രങ്ങൾ തിട്ടപ്പുറത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ആ അച്ഛൻ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ചോറുണ്ട്, കറിയുണ്ട്, ചപ്പാത്തിയുണ്ട്, ചമ്മന്തിയുണ്ട്, ഉപ്പേരിയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു പാത്രത്തിനകത്ത് നെയ്പായസവും വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന് അയവിറക്കി. അപ്പോഴാണ് അമ്മയുടെ വില അറിയുന്നത്, ഭാര്യയുടെ വില അറിയുന്നത്. അച്ഛനും മക്കളും അവിടെ ഇരുന്ന് അമ്മയില്ലാത്ത വീടിന്റെ സങ്കടങ്ങൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾക്ക് വേണ്ടി കഴിക്കാനുള്ള ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്തിട്ട് വിട പറഞ്ഞു പോയ തൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്ത് മരണത്തിൻ്റെ രുചിയുള്ള ഭക്ഷണം തന്നെ മക്കൾക്ക് കൊടുക്കണ്ട എന്ന് കരുതി അച്ഛൻ ആ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ മക്കൾ അതിൽ നിന്നും നെയ്പായസം എടുത്ത് കഴിക്കുകയാണ്. നെയ്പായസം എടുത്ത് കഴിച്ചിട്ട് മക്കൾ പറഞ്ഞ വാക്കുണ്ട്, അമ്മയുടെ ഭക്ഷണത്തിന്റെ പാചകത്തിന് എത്ര നല്ല രുചിയാണ്, ഈ നെയ്പായസത്തിന് എത്ര നല്ല രുചിയാണ് എന്ന് ആ മക്കൾ പറയുന്നുണ്ട്. ഇതാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ അമ്മമാരും ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, ഓരോ ഭാര്യയും ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അവര് ജീവിച്ചിരിക്കുമ്പോൾ ആ മക്കളുടെ വായിൽ നിന്നും ഭർത്താവിൻ്റെ വായിൽ നിന്നും നിന്റെ പാചകത്തിന് ഭക്ഷണത്തിന് എത്ര നല്ല രുചിയാണ് എന്ന് പറയുന്ന ആ സ്നേഹത്തിന്റെ തലോടലിന്റെ വാക്ക് കേൾക്കാൻ കൊതിച്ചിരിക്കുന്ന എത്രയോ അമ്മമാരാണ്. മരണപ്പെടുമ്പോൾ ആ തണുത്ത ശരീരത്തെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുപോയ ജീവിതം, അച്ഛനും അമ്മ ഉറക്കിയതും അമ്മ വളർത്തിയതും അമ്മ ഭക്ഷണം നൽകിയതും അമ്മ ഉടുപ്പിച്ചതും ഇതെല്ലാം ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ, ഇത് വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ആ അമ്മയുടെ ഭാര്യയുടെ മുമ്പിലേക്ക് അവർ നമുക്ക് വേണ്ടി കട്ടപ്പെട്ട ആ ത്യാഗത്തിനൊരു അംഗീകാരം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന, ഒരു കുടുംബത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന സ്നേഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ഒരു കുട്ടി ആഗ്രഹിക്കുന്നതും സ്നേഹമാണ്, ഒരു മുതിർന്നവർ ആഗ്രഹിക്കുന്നതും സ്നേഹമാണ്. ഒരു യൂറോപ്പിലൊരു കഥ, ഭിത്തിയിൽ നല്ല വാൾപേപ്പർ അമ്മ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. നല്ല മനോഹരമായ വാൾപേപ്പർ ഒട്ടിച്ചു വെച്ചു. പിറ്റേ ദിവസം അമ്മ പുറത്തു പോയി. തിരിച്ചു വരുമ്പോൾ മൂത്ത കുട്ടി അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ, ചെറിയ കുട്ടി ഭിത്തി മുഴുവനും വരച്ചു കുറിച്ച് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യപ്പെടാത്ത ആരാണ്? ദേഷ്യപ്പെടാത്ത, ഇന്നലെ ഞാൻ നല്ല നിലയിൽ വാൾപേപ്പർ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന വാൾപേപ്പറിൽ കുത്തി വരച്ച് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ കമ്പെടുത്തുകൊണ്ട് അടിക്കാൻ വേണ്ടി ഓടി വരുന്നു കുഞ്ഞിനെ. അമ്മയെ കണ്ട് ക്രയോൺ പുറകിലേക്ക് ഒളിച്ചു വെക്കുകയാണ്. നോക്കുമ്പോൾ അമ്മ ഒന്ന് നോക്കി ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഐ ലവ് യു, ഐ ലവ് മം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ എൻ്റെ മമ്മിയെ സ്നേഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അരമണിക്കൂർ വരാൻ അമ്മ താമസിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിൽ അമ്മയെക്കുറിച്ചുള്ള വന്ന സ്നേഹം തൻ്റെ വിരൽത്തുമ്പിലൂടെ ഭിത്തിയുടെ ആ വാൾപേപ്പറിൽ തൻ്റെ അമ്മയോടുള്ള സ്നേഹം കുറിച്ചു വെച്ച കഥ. അപ്പൊ നമ്മൾ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നത്, കുഞ്ഞെ ഇഷ്ടപ്പെടുന്നതും ഒരു സ്നേഹമാണ്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങളും പരിഗണനയും എത്രത്തോളം ഉണ്ട് നമ്മൾ ആഗ്രഹിക്കണം. ആലോചിച്ച് നോക്കണം. ഒരു പ്രായം ചെന്ന ഒരാൾ ആഗ്രഹിക്കുന്നത് പണമല്ല. ഖുർആൻ പഠിപ്പിച്ചത്, നിന്റെ മാതാപിതാക്കൾ പ്രായം ചെല്ലുമ്പോൾ അവർക്ക് നീ ഭക്ഷണം കൊടുക്കണമെന്നോ അവർക്ക് പൈസ കൊടുക്കണമെന്നോ വലിയ വീട് വെച്ച് കൊടുക്കണമെന്നല്ല പറയുന്നത്.
ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫുദ് ലഹുമാ ജനഹദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അതായത് നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നീ കൊടുക്കേണ്ടുന്നത് സ്നേഹമാണ്. അവരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല, അവരോട് ചെയ്യുന്നു പോലും പറയാൻ പാടില്ല. അവരോട് നീ ലാളനയോടുകൂടിയും മഹബത്തോടുകൂടി പെരുമാറണം. വേണ്ടുന്ന അംഗീകാരങ്ങളും പരിഗണന നീ അവർക്ക് കൊടുക്കണം. എല്ലാവിധ എന്തൊക്കെ കൊടുക്കാൻ കഴിയും അതെല്ലാം നീ അവർ കൊടുക്കണം. ഇതാണ് വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുടുംബത്തിന്റെ സന്തോഷകരമായ ജീവിതത്തിന്റെ ആവശ്യമെന്ന് പറയുന്നത് സ്നേഹമാണ്, സമാധാനമാണ്, ഐക്യമാണ്, ഇഷ്ടമാണ്. ഇതാണ് നമ്മൾ ഓരോരുത്തരും പരസ്പരം പങ്കുവയ്ക്കാനുള്ളത്. ഉള്ളതുകൊണ്ട് കുടുംബത്തിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ആർക്കുണ്ടോ നമ്മൾ രക്ഷപ്പെട്ടു. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് വലിയ എന്നും ചിക്കനും മട്ടനും കുഴിമന്തിയും ബിരിയാണിയും കഴിച്ച് ജീവിക്കണമെന്ന് പറയുന്നില്ല. ഉള്ളത് കൊണ്ട് ഭാര്യയും ഭർത്താവും തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയൊരു സന്തോഷകരമായൊരു ജീവിതം വേറെയില്ല. ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു വിശന്ന് വലഞ്ഞ ഒരു പിടിയാനയും കൊമ്പനാനയും അവര് നടന്ന് വെള്ളം തേടി നടക്കുകയാണ്. വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ വനാന്തരത്തിലൂടെ നടന്നപ്പോൾ ഒരു തടാകം കണ്ടു. പക്ഷെ വെള്ളമില്ല, വറ്റു വരണ്ട് നടക്കുന്ന തടാകം. ആ കൊമ്പനാന പിടിയനാനെ നടന്ന് ചെല്ലുമ്പോൾ ഒരു കുഴി കണ്ടു. ആ കുഴിയിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം കണ്ട കൊമ്പനാനെ പിടിയനാനെ ഓടിച്ചെന്ന് തന്റെ തുമ്പിക്കൈ അതിലേക്ക് ഇടുകയാണ്. തുമ്പിക്കൈ അതിലേക്ക് ഇടുമ്പോ ആ രണ്ടുപേരുടെയും തുമ്പിക്കൈ, കൊമ്പനാനെ പിടിയനായ തുമ്പിക്കൈ അതിനകത്ത് കിടക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വെള്ളം തീരുന്നില്ല. ആകെ കുറച്ച് വെള്ളമേ ഉള്ളൂ. ആ വെള്ളം അങ്ങനെ തന്നെ കിടക്കുകയാണ്. വെള്ളം തീരുന്നില്ല. എന്താ അവിടെ സംഭവിച്ചത്? കൊമ്പനാന കരുതി പിടിയനാന കുടിക്കട്ടെ എന്ന്, പിടിയനാന കരുതി കൊമ്പനാന കുടിക്കട്ടെ എന്ന്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരുടെയും ആ ഇഷ്ടം, അവരുടെ മഹബത്ത്, സ്നേഹം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരസ്പരം പങ്കുവെച്ച് ജീവിക്കാൻ അവര് കാണിച്ച മനസ്സ്, ഇതാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. പരസ്പരം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ, ഇഷ്ടപ്പെടാൻ നമ്മൾ കാണിക്കുന്ന മനസ്സിനേക്കാൾ കുടുംബ ജീവിതത്തിന് സന്തോഷം നൽകുന്ന വേറൊന്നുമില്ല എന്ന വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഇന്ന് പ്രശ്നങ്ങൾ പിടിമുറുക്കിയിരിക്കുന്നത് നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ നിസാരമായ വാക്കുകൾ കൊണ്ട്, നിസാരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് പലരുടെയും കുടുംബ ജീവിതങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതത്തിന്റെ സ്നേഹവും കെട്ടുറപ്പും നമുക്ക് കൂട്ടി ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള കുടുംബ ക്ലാസ്സുകൾ നമ്മൾ പങ്കെടുക്കുകയും കൗൺസിലിംഗിൽ നമ്മൾ പങ്കെടുക്കുകയും ഓരോ സദസ്സുകൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത് നഷ്ടപ്പെട്ടു പോയി നമ്മൾ നേടിയെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ നന്നായി തീരൂ എന്ന് ഈ സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഉസ്താദ് സിറാജുദ്ദീൻ ബാക്കി ഉസ്താദിന്റെ നമ്മുടെ ക്ലാസ് ആണ്. ഈ സന്ദർഭത്തിൽ എൻ്റെ ഒരു നസീഹത്ത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റഅ വറബ്ബുക്കൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്ന വിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ ഓതിക്കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.